സദാനന്ദ എവിടായിരുന്നു ബോസ്? ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പോഴാ ടൂറിന് പോയത്. എന്നാ പിന്നെ ടൂറായിട്ട് വരട്ടെ. ടൂർ അങ്ങനെ പറയരുത്. അക്കൗണ്ട് സെക്ഷനായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ഞാൻ ചെക്ക് വാങ്ങിച്ചോളാം. അക്കൗണ്ടന്റ് ബിസിയാ സാറേ. സാറ് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. എങ്കിൽ ഞാൻ താഴെ ഒരു കാപ്പി കുടിച്ചോണ്ടിരിക്കാം. ഓ ശരി. അല്ല എന്നെ വിളിക്കണേ. Okay. Yeah, I have it with me. Let me check it. Please wait. Okay. Hey! കുട്ടി, പിന്നെ കുട്ടി. അയ്യോ, മീറ്റിംഗ് കഴിഞ്ഞോ? ഇല്ല, അല്പം കഴിഞ്ഞ് അവര് വിളിക്കാന്ന് പറഞ്ഞു. കോഫി മുഴുവൻ ഷർട്ടിലായി. ആണല്ലേ? ഈ കോലത്തിൽ ഇനി മീറ്റിങ്ങിന് പോകാൻ പറ്റില്ല. അവരെപ്പോ വിളിക്കുന്നു അറിയില്ല. ഇത് ഓഫീസ് ഏരിയയാണ്. ഇവിടെ അടുത്ത് കടയൊന്നുമില്ല. ഒരു ഷർട്ട് വേറെ ആ ഷർട്ടിങ് അഴിച്ചു തരും, ഞാൻ കഴുകി തരാം. അയ്യോ അതൊന്നും വേണ്ട. നാണിക്കണ്ട മാധവ. ഇല്ല ഞാൻ അഴിച്ചോളാം. ഈ ജാക്കറ്റ് ഇട്ടോളൂ. അല്ല ഇതിപ്പോ എവിടെ കൊണ്ട് കഴിയൂ? അഴിക്ക്, വേഗം കഴുകിയിലേക്ക് കറ പോവില്ല. അയ്യോ കറ പോയി, ഇനി ഒന്ന് ഉണങ്ങി കിട്ടിയാ മതി. ഹലോ സദാനന്ദ, റെഡിയാ? ഇടേ ഞാൻ ഷർട്ട് ഇടാതെ വന്നാൽ ചെക്ക് കിട്ടൂ? ഇല്ലേ? എന്നാ വേണ്ട, അത്ര തന്നെ. എനിക്ക് പ്രാന്താ. നീ ആവശ്യമില്ലാത്തൊന്നും ചോദിക്കണ്ട. എനിക്ക് ചെക്കിപ്പോ വേണ്ട. അത് തന്നെ, എനിക്ക് ചെക്കിപ്പോ വേണ്ട. ഞാൻ കാരണം ഈ ദിവസം മുഴുവൻ നാശമായി പോയല്ലേ? അയ്യോ സാരമില്ല. മീനാക്ഷി പൊയ്ക്കോ. എനിക്ക് ഒരിടത്തും പോകാനില്ല. എമിഗ്രേഷനിൽ എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു വിസയുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇനി ഇത് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഷർട്ട് ഉണങ്ങുന്നവരെ ഞാൻ കൂട്ടിരിക്കാം. അത് കഴിഞ്ഞ് ഞാൻ നാളെ പോവാ ന്യൂയോർക്കിലേക്ക്. ഓ, പിന്നെ എപ്പോഴാ വരിക? ഇനി ഇങ്ങോട്ടില്ല, അച്ഛൻ അങ്ങോട്ട് വരും എൻ്റെ കല്യാണം ഉറപ്പിക്കാൻ. ഓ, ഞങ്ങളുടെ ഒരു റിലേറ്റീവാ മണവാളൻ. ലവ് മാരേജാ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കുഞ്ഞിലെയുള്ള പരിചയമാ. മാധവൻ ഈ വിധി, ഡെസ്റ്റിനി, തലയിലെഴുത്ത് എന്നൊക്കെ പറയുന്നതിൽ വിശ്വാസമുണ്ടോ? എനിക്ക് അതിൽ മാത്രമേ വിശ്വാസമുള്ളൂ. നമ്മൾ തെളിച്ചു വിടുന്ന വഴിയിലൂടെയല്ല ജീവിതത്തിന്റെ പോക്ക്. ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മുടെ കാര്യം. അമേരിക്കൻ മീനാക്ഷിയും അബുദാബി മാധവനും ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയാ ഒരു കാര്യമില്ലാതെ. ഷർട്ടിൽ കുറെ കാപ്പിയും കൂടി ഒഴിച്ചിട്ട് മതി വീശിയത്. ആ ഷർട്ടിങ് താ മാധവ.